CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചിത്രം വ്യക്തം, ഇനി പോരാട്ടത്തിലേക്ക്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡുകളുടെയും അധ്യക്ഷ സ്ഥാനങ്ങളുടെയും നറുക്കെടുപ്പ് പൂർത്തിയായി. തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന്റെ 3ാം ദിനത്തിൽ മത്സരങ്ങൾ നടന്നത് നിറഞ്ഞ സദസ്സിന് മുന്നിൽ. എടക്കഴിയൂർ സീതി സാഹിബ് മെമ്മോറിയൽ സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന ക്ഷേത്രങ്ങളും ക്ഷേത്രസ്വത്തുക്കളും സംരക്ഷിക്കാനാവശ്യമായ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരേണ്ടതാണെന്ന് മുൻ കേരള DGP TP സെൻകുമാർ പറഞ്ഞു. കേരള ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 124 വർഷം പഴക്കമുള്ള വിദ്യാലയ മുത്തശ്ശിക്ക് സ്വന്തം സ്ഥലത്ത് സ്വന്തമായി കെട്ടിടമുയരുന്നു. പൂർവ്വ വിദ്യാർത്ഥി തടാകം ഫൗണ്ടേഷൻ ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് ഹാജി വാങ്ങി നൽകിയ 30 സെന്റ് സ്ഥലത്താണ് വടക്കേപ്പന്നയൂർ GMLP സ്കൂളിന് സ്വന്തമായി കെട്ടിടമുയരുന്നത്. ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. കൊട്ടേക്കാട് ചിറ്റിലപ്പള്ളി ഷെല്ലി ലിസി ദമ്പതികളുടെ മകൻ 17 വയസ്സുള്ള സാം ഷെല്ലിയാണ് മരിച്ചത്. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിക്ക് മുന്നിലും നെല്ലുവായി ശ്രീധനനൂരി ക്ഷേത്രാങ്കണത്തിലും സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ കാർഷിക വിജ്ഞാന കേന്ദ്രത്തിന്റെ നവീകരണത്തിന്റെയും വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെയും ഉദ്ഘാടനം 15ാം വാർഡ് തുവ്വാനൂരിലെ ചിറപ്പറമ്പിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. ഗുരുവായൂരിൽ നാശോന്മുഖമായി കിടന്നിരുന്ന ഒരേക്കറോളം വരുന്ന ഞാറക്കുളം നഗരസഭ കെട്ടി സംരക്ഷിച്ച് നാടിന് സമർപ്പിച്ചു. 2.5 കോടി രൂപ ചെലവഴിച്ചാണ് 98 സെന്റ് വരുന്ന കുളം കെട്ടി സംരക്ഷിച്ചത്. എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ വനിതാക്ഷേമ സഹകരണ സംഘം മങ്ങാട് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം നഗരസഭയും കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയും സംയുക്തമായി IEC പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാക്കത്തോണും ഹരിതകർമ്മസേന സംഗമവും നടത്തി. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ അങ്കണവാടികളിലേക്ക് ആവശ്യമായ അടുക്കള ഉപകരണങ്ങളും വേസ്റ്റ് ബിന്നും നൽകി. 26 അങ്കണവാടികൾക്കാണ് ഈ വർഷത്തെ പദ്ധതിയിൽ നിന്ന് 2 ലക്ഷം രൂപ ചെലവിട്ട് ഉപകരണങ്ങൾ വിതരണം നടത്തിയത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മുറ്റം നവീകരണം, കുടിവെള്ള കിണറിന്റെ ഉദ്ഘാടനം എന്നിവ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. ഗുരുവായൂർ ഗവൺമെന്റ് UP സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ NK അക്ബർ MLA നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച 1.25 കോടി രൂപ ചെലവിട്ടാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ചൊവ്വനൂർ പഞ്ചായത്ത് 2ാം വാർഡിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. വേലൂർ ഫൊറോന മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ക്യാൻസർ കെയർ പദ്ധതി തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.